സ്വപ്നത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയിൽ പരമാവധി പൊട്ടിച്ചിരിക്കാൻ ശ്രമിക്കുക. ആ പൊട്ടിച്ചിരിയാണ് ജീവിതമെന്ന റിയാലിറ്റി. ചിറകുള്ള വെള്ളരിപ്പാവേ ഉള്ളിന്റെ ഉള്ളിൽ തിരയുന്നതെന്തേ മണ്ണിൻ ചിറകുള്ള വെള്ളരിപ്പാവേ ഉള്ളിന്റെ ഉള്ളിൽ തിരയുന്നതെന്തേ മൗനം മയങ്ങുന്ന മോഹങ്ങളാണോ പൂവൽ ചുണ്ടിലെ സിന്ദൂരമാണോ അടുത്ത ചോദിക്കാനുള്ളത്, ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ എത്രത്തോളം ഏട്ടനെ സ്വാധീനിച്ചു? ഒരു ഫിലിം മേക്കർ എന്ന നിലയിലല്ല, അച്ഛൻ എന്നല്ല ഞാനിപ്പോൾ കാണത്തുള്ളൂ. കാരണം ഫിലിം മേക്കർ വേറെ, അച്ഛൻ വേറെ. പക്ഷേ അച്ഛന് ഈ രണ്ട് വൈരുദ്ധ്യങ്ങളൊന്നുമില്ല. അച്ഛനിങ്ങനെ രണ്ട് ബന്ധമൊന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. എല്ലാം ഒരു വ്യക്തിയാണ്. ഫിലിം മേക്കർ എന്നുള്ള തസ്തിക തന്നെ അച്ഛൻ ഇഷ്ടമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ പ്രതിഭയെ, ഒരു ഫിലിം മേക്കർ എന്ന അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റിയെ ഏകദേശം ഒരു മകൻ എന്ന നിലയിൽ നിന്നുപരിയായിട്ട് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നിന്ന് മാറി നോക്കുമ്പോൾ ആസ് എ ഫിലിം മേക്കർ ഹൗ ഡു യു ജഡ്ജ് വേണു നാഗവള്ളി? എനിക്ക് ഏറ്റവും ഇഷ്ടം ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ ആസ് എ റൈറ്റർ ആൻഡ് ഡയറക്ടർ. കാരണം അച്ഛനെ തന്നെ എപ്പോഴും പറയും, എനിക്കൊരു എഴുത്തുകാരനാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയും. ഓക്കെ. കാരണം എഴുത്തുകാരനാകുമ്പോൾ എഴുത്തുകാരന് കുറച്ചും കൂടെ സ്വാതന്ത്ര്യമുണ്ട്. സംവിധാനമാകുമ്പോൾ കൂടുതൽ. കാരണം നമ്മുടെ കഥാപാത്രങ്ങൾ ചിരിക്കുന്നു, സംസാരിക്കുന്നു, നമ്മൾ എഴുതി കൊടുക്കുന്ന പറയുന്നു, അത് കേൾക്കുന്ന സുഖമെന്ന് പറയും. അത് എഴുത്തുകാരനായ സംവിധാനം മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയും. അതുപോലെ ഉണ്ട് അച്ഛൻ്റെ ആക്ടിങ്ങിന്. ഞാൻ പറയാം, ആക്ടിങ്ങിന് ആ സമയത്ത് അത് കിട്ടാത്തതുകൊണ്ടല്ല, അത്രയും പേടി ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞാൽ ഡയറക്ടറായി, പിന്നെ പടങ്ങൾ, പിന്നെ ഇഷ്ടം പോലെ പടങ്ങളായി. ഡയറക്ഷൻ തന്നെ പടങ്ങൾ അച്ഛൻ്റെ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ അച്ഛനെ കിട്ടിയത്. അല്ലാതെ എനിക്ക് തോന്നുന്നു ആക്ടിങ് കുറഞ്ഞതല്ല. കാരണം ആ ഒരു പീരിയഡ് സമയത്ത്, ആ ഒരു മാറ്റത്തിൻ്റെ സമയത്ത് മറ്റ് ആക്ടേഴ്സിനൊക്കെ എല്ലാവർക്കും കിട്ടും, ഒരു തുടക്കം കിട്ടും, ഒരു സ്റ്റാർട്ട് കിട്ടും. ഇപ്പോൾ രതീഷ് ശങ്കറിന് കിട്ടി, തുഷാരം എന്നുള്ള അത് ജയന് പരമചരമാണ്. അതിൻ്റെ രതീഷ് ശങ്കർ പിക്ചറിന് പിന്നെ മാറി, ആക്ഷൻ ഹീറോയായി. കുറച്ച് നല്ല സിനിമകൾ വന്നു. മമ്മൂട്ടി അങ്ങനെ ഒരുപാട് മാറ്റം വന്നു. അങ്ങനെ അച്ഛന് ഒരു പടം ഉണ്ടായിരുന്നു, ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം ക്ലാസിക്സ് ഉണ്ടാക്കിയ ഒരു കൂട്ടുകെട്ട് എം.ടി. സാറും ഹരിഹരൻ സാറും. എനിക്ക് എൻ്റെ അറിവല്ല, ഒരു പ്രേക്ഷകൻ എന്ന നിലയിലും സിനിമ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്ന നിലയിലും എം.ടി. സാറിൻ്റെ നല്ല കഥകൾ എല്ലാം സിനിമയുടെ രൂപത്തിലായത് ഹരിഹരൻ സാറിൻ്റെ കൂടെയാണ്. ആ ടീമിൽ ഒരു പടം വന്നു. അച്ഛൻ എപ്പോഴും അഭിമാനത്തോട് പറയും, അച്ഛൻ എല്ലാ പടത്തെ പറ്റിയും പറയുന്നത് എവിടെ ഒരു ശത്രു. കാരണം വെറൈറ്റി സ്റ്റോറി, അന്നത്തെ ഒരു കേൾക്കാത്തൊരു കഥ. പിന്നെ എം.ടി. സാറിൻ്റെ രചന അഭിനയിച്ചുള്ളി അത് ചെയ്തു. അത് കാട്ടിനകത്ത് പോയി ചെയ്തതാണ് ആ പടം. പക്ഷെ അതെന്തോ അത് ഫസ്റ്റ് കോപ്പിയായി പ്ലേസിങ്ങിൻ്റെ തലേ ദിവസമാണ് അത് വേണ്ടെന്ന് നോക്കാം. ഒരു പ്രധാന കഥാപാത്രമായിട്ട് വന്നു. അത് പിന്നീട് അതിൻ്റെ വേറെ എക്സ്പ്രഷനാണ് മൃഗയ. പിന്നെ ഒരുപാട് അങ്ങനത്തെ പടം വന്നു. പക്ഷെ അന്ന് ആ സിനിമ അന്ന് റിലീസ് ആവാതിരിക്കാനുള്ള കാരണം അതെന്തായിരുന്നു? അന്ന് എനിക്കൊന്ന് പ്രൊഡ്യൂസർ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. അന്നൊക്കെ സിനിമ ഇറങ്ങുന്നതും ഇറങ്ങാതിരിക്കുന്നതും ശരിക്കും തലവരെയാണ്. നമ്മളാരും ചെയ്യുന്നതല്ല. കാരണം ഇത് മുകളിലൊരു ശക്തി ഉണ്ട്. ദൈവം എന്ന് പറയാം, ദൈവം തന്നെയാണ് ഇതൊക്കെ നിശ്ചയിക്കുന്നത്. ഒരാൾക്ക് സിനിമ ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാതിരിക്കുന്നത് ആ സംവിധാനം അല്ലെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് വേദനയായിരിക്കും. പക്ഷേ കാരണം വ്യക്തിയെ സംബന്ധിച്ച് അബോട്ട് ചെയ്യപ്പെട്ടൊരു കുട്ടിയാണ് സിനിമ, ഇറങ്ങാതെ വന്ന സിനിമ എന്ന് പറയുന്നത്. അത്രയും കഷ്ടപ്പെട്ടാണ്. എഴുത്തുകാരനും സംവിധാനം ഒരേപോലെ വേദനിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ആക്ടേഴ്സിന് എന്തായാലും ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞത് അബോഷനാണ്. ഒരു കുട്ടി ഇല്ലാതാകുമ്പോൾ ആ കുട്ടിയെ ഗർഭം ധരിക്കുന്ന അമ്മയ്ക്ക് മാത്രമല്ല, ആ വീട്ടുകാർക്ക് എല്ലാം വേദനയാണ്. അതാ സത്യം. അല്ല ചുമക്കുന്ന കുട്ടിക്ക് മാത്രമല്ല, ആ അമ്മയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും തുല്യമായി വേദന. അതുപോലെ ആ സിനിമയിലെ എല്ലാ വ്യക്തികൾക്കും വേദനയാണ്. അങ്ങനെ വേദന കൊടുത്ത സിനിമയാണ് ഈ എവിടെ ഒരു ശത്രു. അച്ഛൻ എപ്പോഴും പറയും അത് ഇറങ്ങിയാണെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഗ്രാഫ് മാറുമായിരുന്നു. ഒരു പക്ഷേ ആ സിനിമ ഇത്രയധികം താല്പര്യത്തോടുകൂടി കാണാനുള്ള കാരണം അതിലെ ക്യാരക്ടർ മറ്റുള്ള ക്യാരക്ടറുകളിൽ നിന്നും എന്ത് വ്യത്യസ്തതയായിരുന്നു അച്ഛന്? അതിൽ എന്താണ് അഡ്വഞ്ചറസ് ആണ് ആ ക്യാരക്ടർ. സാധാരണ ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അച്ഛൻ അഡ്വഞ്ചറസ് റോൾസ് ചെയ്തിട്ടില്ല. അച്ഛനെല്ലാം ഒരു ഹീറോ അറിയാം, ഒരു ടൈപ്പ് ഒരു നായകൻ, അച്ഛൻ തന്നെ എപ്പോഴും പറയും ഒരു സഞ്ചി നോക്കി ഇങ്ങനെ നാട്ടിൻപുറത്തോട് നടക്കും, അത്രേ ഉള്ളൂ.
ആ ടൈപ്പ് ക്യാരക്ടർ. ഉൾക്കടലോട്ട് ഏതാണ്ട് അങ്ങനെയാണ്. ചില വ്യത്യാസം അർച്ചനറ്റിച്ച് അങ്ങനെ കുറച്ച് വ്യത്യാസം എന്നുള്ളതല്ലാതെ ഒരു സഞ്ചിയും നോക്കി ഞാനിങ്ങനെ അച്ഛൻ തന്നെ എപ്പോഴും തമാശയായിട്ട് പറയും, ഞാൻ എല്ലാ ഗ്രാമങ്ങളിലും ഞാൻ സഞ്ചരിക്കാത്ത ഗ്രാമങ്ങളില്ലാതെ എല്ലാവരും ഞാൻ മിക്കവാറും സഞ്ചി നോക്കിയാൽ നടന്നിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഒരു ഇമേജ് ആയിരുന്നില്ല. പിന്നെ അത് മാറി സിനിമയ്ക്ക് അത് മാറിയല്ല. എനിക്ക് തോന്നുന്നു ആ സമയത്ത് വന്ന നായികമാർക്ക് എല്ലാവരും ഇമേജ് ഉണ്ടായിരുന്നു. ഒന്നാമത് ജയൻ വന്ന ശേഷം, ജയൻ സാറിന് ശേഷം എല്ലാവരും ഒരു ആക്ഷൻ ഹീറോ ലെവലിൽ വന്നു തുടങ്ങി. അത് പ്രകടമാണ്. എന്ന് പറഞ്ഞാൽ കമൽഹാസൻ എന്ന് പറഞ്ഞ ഗ്രേറ്റ് ആക്ടർ. കമൽ സാറ് തൻ്റെ തട്ടകം ഉറപ്പിച്ച ശേഷം എത്രയോ ആക്ടേഴ്സ് അതുപോലെ ആകാൻ നോക്കി. അതുപോലെ ഡാൻസ് ചെയ്യുന്നു, അതുപോലെ ഫൈറ്റ്. നമ്മുടെ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആക്ടർ അങ്ങനെയല്ല വന്നത്. അല്ലെങ്കിൽ രാജ്കുമാർ എന്നൊരു ആക്ടർ വന്നത് അങ്ങനെ. കാരണം കമൽ സാറിനെ പോലെ അത് ആ ഒരു അത്രയും വിജയിച്ചുകൊണ്ടാണ്. ഇപ്പോൾ രാഹുലൻ അത്രയും വിജയിച്ചുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ വരാൻ തുടങ്ങിയത്. അച്ഛനെ പോലെ തന്നെ സാധാരണ ഡ്രസ്സ് ഇടുക, സാധാരണ പോലെ ബേഡ് ബോഡി. അച്ഛൻ എനിക്ക് തോന്നുന്നു അച്ഛനാണ് ബേഡ് ബോഡിയായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങിയ സിനിമയിൽ. ഷാനിൻ്റെ കുട്ടിയുടെ സിനിമ തന്നെ ആ പാട്ടിന് ഫേമസ് ആയത് അങ്ങനെയാണല്ലോ. അച്ഛൻ കുടിച്ചിട്ട് തല തോർത്തിക്കൊണ്ട് വരും. പിന്നെ എല്ലാ സിനിമയിലും അതായി അങ്ങനെ കളിക്കുന്നത്. മറ്റേ ഷർട്ടിട്ടോണ്ട് വീട്ടിലിരിക്കുന്നവന് ഷർട്ടിട്ടാണ് ഇരിക്കുന്നത്. അച്ഛനാണത് മാറ്റിയത്. ആ സാധനം ബേഡ് ബോഡിക്ക് ലുങ്കി എടുത്ത് അല്ലെങ്കിൽ സാധാരണ നാട്ടും തനി നാട്ടും കൊടുത്താൽ. പിന്നെ എന്താണ്, എവിടെ ഒരു ഷർട്ട് റിലീസ് ചെയ്തിരുന്നെങ്കിൽ അച്ഛൻ്റെ ആ ഇമേജ് മാറുമായിരുന്നു. പിന്നെ ചിലപ്പോൾ വേറെ ഒരുപാട് പടങ്ങൾ. കാരണം ആ സമയത്ത് മമ്മൂട്ടങ്ങളുടെ ഒരു പടം എനിക്ക് ഓർമ്മയുണ്ട്. കുട്ടിക്കാലത്ത് ആ സമയത്ത് മമ്മൂട്ടങ്ങളുടെ ബ്രേക്ക് കൊടുത്ത പടം ഉണ്ടായി. അത് ഹൈവി ഷെട്ടി സാറ് ദാമോദരൻ മാഷം കൂടെ ചേർന്ന് ചെയ്ത പടം, അമേരിക്ക എന്ന് പറഞ്ഞു. അതിലൂടെ ഇറങ്ങേണ്ട പടമായിരുന്നത്. അതിലൂടെയാണ് മമ്മൂട്ടങ്ങൾ ഫസ്റ്റ് ട്രാൻസിഷൻ ഒരു സാധാരണ നായകനിൽ നിന്ന് ഒരു ആക്ഷൻ ലെവലിലേക്ക്, ആക്ഷൻ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ലെവലിലേക്ക്, ഒരു വേറൊരു ടൈപ്പ്. അതിൻ്റെയൊക്കെ തുടർച്ചയാണ് പിന്നീട് വന്ന് ബൽറാമും എല്ലാം. അപ്പം അങ്ങനെ മാറ്റം, എല്ലാ ആക്ട്രസിനും മാറ്റമുണ്ട്. ഒരുപക്ഷെ മമ്മൂട്ടങ്ങൾ ആ മാറ്റം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ അങ്കിൾ പഴയ വക്കീൽ പണിയിലേക്ക് പോകുക. അങ്കിളൊരു ബുക്കിൽ എഴുതിയിട്ടുണ്ടല്ലോ, എനിക്ക് ആ വിജയം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ തിരിച്ച് എൻ്റെ പ്രൊഫഷനിലേക്ക് പോയിരുന്നു. കാരണം ആദ്യത്തെ പടങ്ങളൊന്നും അത്ര ആയില്ല. അപ്പോൾ എൻ്റെ ആ വിജയം കിട്ടിയില്ലായിരുന്നു ഞാൻ ഷുവറായിട്ട്, കാരണം എനിക്കൊരു പ്രൊഫഷൻ കാര്യമുണ്ട്, ഞാനങ്ങനെ പോകുമായിരുന്നു എന്ന് പറഞ്ഞു. അച്ഛനും എനിക്ക് ആ സമയത്ത് പക്ഷേ അച്ഛന് വേറെയാണ് ദൈവം കൊടുത്ത ഭാഗ്യം. സംവിധായകൻ, എഴുത്തുകാരൻ. എൻ്റെ അടുത്ത ചോദ്യം അത് തന്നെയാണ്. ഏകദേശം 78 തുടങ്ങി 86 വരെ ഒരു നടൻ എന്ന കാലഘട്ടം. പക്ഷേ പിന്നെ സംവിധാനത്തിലേക്ക് വരുന്നു. ഒരു നടനിൽ നിന്ന് സംവിധായകനായി മാറാനുള്ള പ്രചോദനം എന്തായിരുന്നു? നടനിൽ നിന്ന് സംവിധായകൻ. അതെ, കാരണം സംവിധായകൻ എന്ന് പറഞ്ഞാൽ അതിന് നിമിത്തം ആ ഒരു സദസ്സുണ്ട്, സൗഹൃദ സദസ്സ്. ബാലേന്ദ്ര മേനോനങ്ങൾ, നമ്മുടെ ബാലനങ്ങൾ, ഗാന്ധിമതി ബാലനങ്ങൾ, രാജുവാണ്. ഓൾമോസ്റ്റ് ആ ഒരു ഗീത് ഹോട്ടലിൽ ഒരു മുറിയുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് പറഞ്ഞു കേട്ട, ഞാൻ പോയിട്ടുമുണ്ട്. ഞാൻ തന്നെ അച്ഛനിൽ നിന്ന് പറഞ്ഞു കേട്ട കാര്യങ്ങളാണ്. അച്ഛനിങ്ങനെ പറയും ആ ഗീത് ഹോട്ടലിലെ ആ മുറിയിലാണ്. എനിക്കത് എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് പറയാൻ സാധിക്കുക. ഞാൻ പറഞ്ഞു കേട്ടാണ് ഗീത് ഹോട്ടലിലെ ആ മുറിയിലാണ് മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റായ കുടുംബചിത്രങ്ങൾ പറഞ്ഞത്. അതായത് പിന്നെ ഒരു കൂട്ടുകെട്ടും, സിനിമ മാത്രമല്ല കൂട്ടുകെട്ട് പിറന്നതും അവിടെയാണ്. പിന്നീട് ഒരു കുടുംബചിത്രങ്ങളുടെ ഒരു കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ, കെമിസ്ട്രിയിൽ ഒരു സമവാക്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ വീണ്ടും അച്ഛന് ഗസ്റ്റ് റോളെങ്കിലും കാണാൻ പറ്റും. അത് ഫാമിലി ഇന്നും ആൾക്കാർ TV വന്നാൽ കാണുന്ന പടങ്ങളാണ്. ഏപ്രിൽ 18 പൈങ്കിളി കഥയും. കാരണം ടൈറ്റിൽ തന്നെ മനോഹരമല്ലേ, പ്രശ്നം കൊരുതരാം. ഈ സിനിമയിലൊക്കെ എന്താ പറയുക, ഈ സിനിമയിലൊക്കെ അച്ഛൻ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. സൗഹൃദ സദസ്സാണ്. ആ സ്ക്രിപ്റ്റിൻ്റെ തുടക്കം തൊട്ട്, കഥയുടെ ആരംഭത്തോട്ട് അച്ഛനും ഒരു ഭാഗമായിരുന്നു. മേനങ്ങൾ എപ്പോഴും പറയുമായിരുന്നു, ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമായിരുന്നു, സിനിമയ്ക്ക് മുമ്പേ ഞങ്ങൾ അടുപ്പമുണ്ടായിരുന്നു, എന്നിട്ടും ഒരു തവണ പോലും ഒരു റോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ചോദിച്ചിട്ടില്ല എൻ്റെ കാരണം എല്ലാവരും ചോദിക്കുകയായിരുന്നു. ആ ചോദിക്കുമ്പോൾ എല്ലാ സ്വാതന്ത്ര്യമുള്ള സുഹൃത്തായിരുന്നു. പക്ഷെ ഒരു തവണ പോലും ഒരു കഥ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ കഥ ഡെവലപ്പ് ചെയ്യുന്നുണ്ടല്ലാതെ ഈ റോൾ ഞാൻ ചെയ്യട്ടെ അല്ലെങ്കിൽ ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കാറില്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് വന്ന റോളാണ്. അച്ഛൻ്റെ ഏറ്റവും ഹിറ്റായ സോങ് ഉണ്ട്, ഇതിലാണ് ഞാൻ വസന്തം എന്നുള്ള മറ്റേ ഇതിൻ്റെ അകത്ത് ഇത്തിരി നേരം ഒത്തിരി കാര്യം. ആ റോൾ ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് ശ്രീനാഥങ്ങളാണ്. ശ്രീനാഥങ്ങൾ എന്താ തിരക്ക് കാരണം മാറിപ്പോയത്. അങ്ങനെ അച്ഛൻ വന്ന് വേണ്ടത്. അച്ഛൻ പറഞ്ഞില്ല, അച്ഛൻ പറയായിരുന്നു ആ റോൾ ഞാൻ ചെയ്തോട്ടെ, കാരണം അത് ഫുൾ അച്ഛനുണ്ട് കൂടെ. അപ്പോൾ ആ റോൾ ഞാൻ ചെയ്തോട്ടെ ചോദിക്കുന്നത് അങ്ങനെ നന്മയുണ്ടാണ്. ആ നന്മയുടെ സൗഹൃദമാണ് അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല ഈ സദസ്സിൽ വേറെ ആളുണ്ടായിരുന്നു, ഗാന്ധിമതി ബാലനങ്ങളെ പരിചയപ്പെടുത്തുന്ന എനിക്ക് തോന്നുന്നു മേനങ്ങളാണെന്ന് തോന്നുന്നു. മേനങ്ങളാണ് ബാലനങ്ങൾ അച്ഛനെ പരിചയപ്പെടുന്നത്. പിന്നെ അത് വേറെ അച്ഛൻ്റെ സൗഹൃദം എന്ന് പറഞ്ഞാൽ വിശാലമാണ്. ഒരു വ്യക്തിയെ പരിചയപ്പെട്ട പിന്നെ ആ വ്യക്തി പിന്നെ അച്ഛൻ്റെ എല്ലാം ആയിരിക്കും. അങ്ങനെയുള്ള സൗഹൃദം. ബാലനങ്ങൾ നാച്ചുറലി ബാലനങ്ങൾ സുഹൃത്തായി, അച്ഛൻ നല്ല സുഹൃത്തുക്കളായി ബാലനങ്ങൾ ഒബ്സർവ് ചെയ്യുകയായിരുന്നു.
അച്ഛൻ ഈ കഥ പറയുന്നതും കഥ കേൾക്കുന്നതും ഓക്കെ ഓക്കെ. സജഷൻസ് പറയുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും ബാലങ്ങൾ ആ സദസ്സിലുണ്ടെങ്കിലും അങ്ങൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഞാൻ വൈക്കൂടായി മേക്ക് ഫിലിം വിത്തെന്ന് ചോദിച്ചു. അപ്പോൾ നാഗവള്ളിയിൽ ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്തുണ്ട് കണ്ടുപിടിച്ചത് അവരായിരുന്നു. അതിന് അച്ഛൻ തിരക്കഥ എഴുതിയിരുന്നു, അതൊക്കെ ബാലങ്ങൾ ഇഷ്ടമാണ്, കണ്ടിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ വ്യക്തി കൊണ്ട് ഞാൻ പൂർണ്ണമായ സിനിമ ചെയ്തുകൂടാന്ന് ചോദിച്ചു. അന്ന് അച്ഛൻ 2 കഥകൾ പറഞ്ഞു വായനങ്ങൾക്ക്. അപ്പോൾ അത് ആദ്യം വേനങ്ങൾ ഫുൾ കോൺഫിഡൻസ് കൊടുത്ത് ഡു ഇറ്റ്, ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറഞ്ഞു. വെരി ഗുഡ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത്. കാരണം എല്ലാവർക്കും അറിയാം അച്ഛൻ്റെ കഥ പറയാനുള്ള രീതി. കഥ പറച്ചിലുകാരൻ അച്ഛൻ തന്നെ പറയും, ഞാനൊരു കഥ പറച്ചിലുകാരനാണ്, ഞാനൊരു കഥ പറച്ചിലുകാരനാണെന്ന് പറയാം. അച്ഛൻ എപ്പോഴും പറയാം കഥ പറയാനുള്ള വാസന അച്ഛനുണ്ടായിരുന്നുണ്ടായിരിക്കാം. വേനങ്ങളെന്ന് പറഞ്ഞു ഗോ ഹെഡ് ഡു ഇറ്റ് എന്ന് പറഞ്ഞു. നല്ല കാര്യം എന്ന് പറഞ്ഞു. അതാണ് സുഗമോദേവി. സുഗമോദേവിക്കും അതിനു മുമ്പ് 2-3 കഥകൾ അച്ഛൻ ഫസ്റ്റ് പടമല്ല ഒന്നാമത് അച്ഛൻ ഇത്ര ആക്ടറായപ്പോൾ ആക്ടർ സംവിധാനം എഴുത്തുകാരനാണ്. ഒരു പ്രതീക്ഷ തുടക്കത്തിലുള്ള ഫസ്റ്റ് പടമാണ്. അപ്പം കഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീരമായിരിക്കണം. അച്ഛൻ 2 കഥകൾ പറഞ്ഞെന്ന് പറഞ്ഞു വായനകത്ത്. അതിലൊരു കഥ 2 കഥ ഇഷ്ടപ്പെട്ടു. എന്നാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുറച്ച് ഓട്ടോബയോഗ്രഫിക്കലായ കഥയാണ്. അതാണ് സുഗമോദേവി. കാരണം സുഗമോദേവി അങ്കിൾ തന്നെ പറഞ്ഞു ഫസ്റ്റ് ഡേ അച്ഛൻ 16 സീൻസ് എടുത്താണ് അച്ഛന്. അതിൻ്റെ റെക്കോർഡാണ്. ഒരു ദിവസം 16 സീൻസാണ് ആ ഫസ്റ്റ് ഡേ ഷൂട്ട്. ഫസ്റ്റ് ഡേ ആദ്യത്തെ ദിവസം ആദ്യ സംവിധായകനാണ്, ആദ്യമായിട്ട് സംവിധാനം ചെയ്യാണ് ആ വ്യക്തി. അങ്കിളെപ്പോഴും പറയും ആ വ്യക്തി 16 ഷോട്ട്സ് ആണ് ഒരു ദിവസം ഷൂട്ട് ചെയ്യുന്നത്. 16 സീൻസ് ഒറ്റ ദിവസം ഫാസ്റ്റ് ആയിട്ടായിരുന്നു. കാരണം അച്ഛൻ അത്രയും തിരക്കഥ അച്ഛൻ അത്രയും പ്ലാൻഡ് ആണ്, അറിയാം. അത് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അച്ഛനെ ആക്ട് ചെയ്ത ഇത്രയും പ്രത്യേകിച്ച് ജോർജങ്ങളുടെ പറഞ്ഞ ആക്ടറായിട്ട് മാത്രമായിരുന്നില്ല. അച്ഛന് സീൻസ് ഇല്ലെങ്കിലും അച്ഛനെ ആ ഷോട്ട് ആ ലൊക്കേഷനിൽ പോകുമായിരുന്നു, അവർ കൂടെ നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് അച്ഛൻ സംവിധാനം പഠിച്ചത്. ജോർജങ്ങൾക്ക് എന്തൊക്കെ ചെയ്യുന്നത്, എന്താണ് ഡയറക്ഷൻ, അച്ഛൻ ശരിക്കും പഠിച്ചത് അവിടെ നിന്നാണ്. അച്ഛനൊന്ന് ഷൂട്ടിംഗ് ഇല്ലെങ്കിലും അച്ഛൻ പോകുമായിരുന്നു. അതിൻ്റെ താനൊരു ഭാഗമാണെന്ന് പറഞ്ഞ് പോകുമായിരുന്നു. എന്തിനാ മേനങ്ങൾ പറഞ്ഞ അച്ഛൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. സുഗമദേവിക്ക് പോകുമ്പോൾ ആരാൻ്റെ വല്ല കൊച്ചുമില്ല, ശങ്കരങ്ങളും മേനങ്ങളും ഷോട്ട് അച്ഛനെ ഷൂട്ട് ചെയ്തത്. കാരണം ആ കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ തോന്നിക്കാണ് ആദ്യം സംവിധാനം ഇതിന്റെ ഉള്ളിലുണ്ട്. പിന്നെ സംവിധായകൻ ഉള്ളിലുള്ളതുകൊണ്ട് പുറത്തുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. സംവിധാനം ടെക്നിക്കാലത്തെ കഥ പഠിച്ചിട്ട് കാരണമല്ല, കഥ എത്തിക്കണം. നമ്മൾ പറയാനുള്ള അവിടെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു കഴിവല്ലേ, അത് വ്യക്തമാണ്. സുഗമദേവി കണ്ടാൽ എല്ലാവർക്കും അറിയാം എന്ത് ബ്യൂട്ടിയാണ്. ആ ഒരു സൗഹൃദത്തിന്റെ ഒരു ബാക്ക് ഡ്രോപ്പിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആ ഒരു സുഗമദേവി ഉണ്ടായത്. ആ സുഹൃത്തുക്കൾ തന്നെയാണ് ശരിക്കും ചെയ്യുന്നത്. പിന്നെ ഉടനെ അടുത്ത പടമായി സർവകലാശാല, അടുത്ത ക്ലാസ്, പിന്നെ തുടർച്ചയായിട്ടുള്ള സിനിമകൾ. അത് വേറെ സൗഹൃദത്തിന്റെ തുടക്കമാണ് സർവകലാശാല. അത് വേറെ സൗഹൃദം. അത് ഞാൻ പറയാം. അപ്പോൾ പറയാമല്ലോ. അവിടെ മലയാളം വിഭാഗം പഠിപ്പിക്കുന്നതുകൊണ്ട് സാറിന് തോന്നുന്നു സാർ അവിടുത്തെ നല്ലൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ ചരണങ്ങളിലെയും ഉൾക്കറിനെ പ്രിവ്യൂ കാണാൻ വിളിച്ചിരുന്നു. അപ്പോൾ ആ ഫസ്റ്റ് പ്രിവ്യൂ ഉൾക്കറിനെ പ്രിവ്യൂ ചെയ്യുന്ന ചരണങ്ങൾ സാക്ഷിയാണ്. ചരണങ്ങൾ അവിടെ ഉണ്ട്. ചരണങ്ങൾ ആദ്യമായിട്ട് അച്ഛനെ കാണുന്നത് ദൂരെ മാറി നിൽക്കുന്ന ആളായിട്ടാണ്. അന്ന് പക്ഷേ ചരണങ്ങൾ അറിയില്ല ഈ വ്യക്തിൻ്റെ ജീവിതം മാറ്റിമറിക്കുമെന്നോ ഞങ്ങൾ തമ്മിൽ സൗഹൃദം ഉണ്ടാകുമെന്നോ. ഇതിന് കഴിഞ്ഞ് എത്ര കഴിഞ്ഞിട്ടാണ് മോഹനങ്ങൾ പരിചയപ്പെടുന്നത്, ഷാനിൻ്റെ കൂട്ടുകാർ. പിന്നെ ബന്ധമായി കഥകൾ സംസാരിക്കും, അവരുടെ അനുഭവങ്ങൾ സംസാരിക്കും. ഞാൻ പറഞ്ഞില്ല, അതാ സർവകലാശാലയിലേക്ക് വരുന്നത്. സുഗമോദേവി ഞങ്ങൾ ആക്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ അച്ഛൻ്റെ ആ സൗഹൃദം പിന്നെ നമ്മൾ ഇപ്പോൾ ലാലിൻ്റെ കാര്യം പറഞ്ഞ ഒരു ഭാഗമാണ്. ശരിക്കും ഭാഗം എന്ന് പറഞ്ഞാൽ അനിയനോ സുഹൃത്തോ ആരും ആയിക്കോട്ടെ എല്ലാത്തിനും കൂടെ എന്തിനും പോസിറ്റീവായിട്ട് എന്തിനും കൂടെ എന്തിനും ഫ്രണ്ട്. അച്ഛൻ്റെ കഥ വന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അങ്ങളുടെ കഥ അല്ലെങ്കിൽ എന്തെങ്കിലും. അന്നെങ്കിലും മെഡിസിൻ പഠിക്കുക, പിന്നെ ഇല്ലാതെ പോയി മെഡിസിൻ പഠിക്കുകയായിരുന്നു. അപ്പോൾ കോളേജിൽ പോകാതെ ഞങ്ങൾ ഇങ്ങോട്ടായിരുന്നു. കോളേജിൽ പോകാതെ ഞങ്ങൾ വരുന്ന കുട്ടികാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കോളേജിൽ പോകാതെ ഞങ്ങൾ വരുന്ന ഞങ്ങളുടെ വീട്ടിലേക്കാണ്. കുട്ടികളെ അച്ഛൻ സംസാരിക്കും. അച്ഛൻ വഴക്കും പറയും, എന്താ കോളേജിൽ പോകാതെ ചോദിച്ചു. അച്ഛൻ അവധി എന്നൊക്കെ പറഞ്ഞ് വരും. അവധിയൊന്നും ഇല്ല, അച്ഛനൊട്ടിരിക്കുകയാണ്. പക്ഷേ കഥ പറയാം. അങ്ങനെയാണ് ഗായത്രി ദേവി എൻ്റെ അമ്മ ദൈവത്തെ ഓർത്ത് അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. സർവകലാശാലയുടെ കഥയും അങ്ങനെ കഥ വന്നില്ല, പിന്നീട് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ചരണങ്ങൾ നാച്ചുറലി ചരണങ്ങൾ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി എന്താന്ന് പറഞ്ഞാൽ അങ്ങൾ നല്ല ശ്രവിക്കുന്ന ആളാണ്, കേൾക്കുന്ന റിസപ്റ്ററാണ്. നന്നായിട്ട് ലിസൺ. നല്ല അത് അപൂർവം സിദ്ധിയാണ്, എല്ലാവരും കിട്ടില്ല പറയുന്നത് കേട്ടിരിക്കാൻ. അങ്കിൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ അച്ഛൻ വെറുതെ സുഗമദേവി കഴിഞ്ഞപ്പോൾ വെറുതെ ഒരു ഐഡിയ പറഞ്ഞു. ആദ്യം പറഞ്ഞ ഒരു അച്ഛനെ പറ്റിയാണ് തമാശയൊക്കെ പറയുന്ന, ഇതിൻ്റെ റെപ്ലിക്കാരന് വന്നിരുന്നു. പക്ഷെ അതല്ല, ഈ തമാശ പറയുന്ന സിനിമ ഇഷ്ടപ്പെടുന്ന ഒരച്ഛൻ. ആ അച്ഛനെ ദേവതങ്ങൾ ചെയ്തത് അവരെ മാരേജ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആളാണ് ആ സാറ്. സിനിമ ഇഷ്ടപ്പെടുന്ന, അത് ദിലീപ് കുമാറിന്റെ സിനിമ ഇഷ്ടപ്പെടുന്ന, സിനിമയെ പറ്റി സംസാരിക്കുന്ന ഒരു മലയാള അധ്യാപകൻ. അതാണ് ഒരു അച്ഛൻ. അത് അച്ഛനാക്കി
4 ജഗതയുണ്ടല്ലോ. അങ്ങനെ എല്ലാ ക്യാരക്ടറും വന്നു. ചെറുതങ്ങളുടെ അവിടുത്തെ അനുഭവം, അവിടുത്തെ ഫ്രണ്ട് ഈ ലാലേട്ടൻ അച്ഛനെ അതിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതാണ്. ലാലേട്ടൻ എന്നുള്ള ക്യാരക്ടർ ശരിക്കും ഇപ്പൊ ജഗതിയുടെ ക്യാരക്ടറിൽ നിന്നാണ് ഒരു തുടക്കം. ആ ഹോൾ ക്യാമ്പസ് സ്റ്റോറി വന്നപ്പോൾ അത് ക്യാമ്പസ് സ്റ്റോറിയേക്കാൾ കൂടുതൽ നല്ല പറയുന്നത് അത് ലൈഫാണ് ശരിക്കും. എനിക്കൊന്ന് സർവകലാശാലയ്ക്ക് മുകളിലൊരു ക്യാമ്പസ് സ്റ്റോറി സിനിമ വന്നിട്ടുണ്ട്. ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അതിനെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിൽ ഒരു ക്യാമ്പസ് സ്റ്റോറി വന്നിട്ടില്ല. കാരണം അതിലെല്ലാം ലൈഫാണ്. ഓരോരുത്തർക്കും ഒരു കഥയുണ്ട്. ലാലങ്കള്, വേണു അങ്കിൾ, മറ്റു നായികയ്ക്കൊരു കഥയുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് കൂടി ചേർന്നിട്ടുള്ള അവർ തകർന്നു പോയൊരു പ്രണയം, ഒരു റൊമാൻസിൻ്റെ ഒരു പൊട്ടിപ്പോയത്, അനാഥത്വം. പ്രത്യേകിച്ച് ലാലങ്ങളുടെ ആരും ഇല്ലേ എന്ന് പറഞ്ഞ ഡയലോഗുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ആരും ഇല്ലേ? അതാണല്ല മറ്റേ ആ കുട്ടിയുടെ ഇപ്പം പറഞ്ഞുണ്ട്. ആ കുട്ടി വീണ്ടും കാണുമ്പോൾ ലാലങ്ങൾ ചോദിക്കും, ഗായത്രി ഇവിടെ ഏതൊരു, ഞാൻ ഇന്നലെ വന്നെന്ന് പറഞ്ഞു. പറയാം ലാൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? ഞാൻ ഡിപ്പാർട്ട്മെൻറ്റില്ല, ഐ ആം സ്റ്റിൽ എ സ്റ്റുഡൻറ്റ് എന്ന് പറയും. അത് ഒരുപാട് പേര് കോപ്പി അടിച്ചത്. ഇതിപ്പോൾ MA അതങ്ങനെയല്ല. അങ്ങനെ കിട്ടുന്ന ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അതൊക്കെയാണ്. അല്ലാതെ പഠിത്തമല്ല. ഇത് പിന്നെ 4ാമത്തെ 5ാമത്തെ MA ആണ്. ഇന്നോടെ ഞാൻ പഠിപ്പ് നിർത്തും. കാരണം പഠിക്കുന്ന വിഷയങ്ങളോടല്ല, പഠിക്കുന്ന വിഷയങ്ങളോടല്ല, അതുവരെ കിട്ടുന്ന സുഹൃത്തുക്കൾ, ബന്ധങ്ങൾ, അതൊക്കെയാണ്. കാരണം ആരും ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി വരുമ്പോൾ കുട്ടി പറഞ്ഞുകൊണ്ട് പറയും, ഹസ്ബൻഡിനെ പറ്റി പറഞ്ഞുകൊണ്ട് പറയാം, കഥ ഇപ്പോൾ അതുവരെ അറിയാമല്ലേ എന്ന് പറയാം. എൻ്റെ ഭർത്താവ് മരിച്ചു വന്നു. പറയൂ ഞാൻ അറിഞ്ഞില്ല. അല്ല, അത്ര വലിയ വിധവയുടെ വേദനയൊന്നും എനിക്കില്ല. 1 മണിക്കൂർ മാത്രം മരുന്ന് കൊടുക്കുന്ന ഒരു ബന്ധം മാത്രം. അത് കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു. താലി കെട്ടി നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്ന് പറയും. അപ്പോൾ 1 മണിക്കൂർ കൃത്യമായിട്ട് മരുന്ന് കൊടുത്ത് ഭർത്താവ് മരിച്ചു. പക്ഷേ എൻ്റെ ശമ്പളം വീട്ടിൽ ആവശ്യമാണ്. അനിയന് പെട്രോൾ അടിക്കാനും കറങ്ങി അടയ്ക്കാനും ആ ഒരു ഏരിയ വല്ലാത്ത മുമ്പ് അത് അതുപോലെ ആരെങ്കിലും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് കിട്ടുന്നതെന്ന്. ആദ്യം അതനുസരിച്ച് പോകുമ്പോൾ അവർ പഠിക്കുന്നതും ശല്യം ഒക്കെയാണ്. അപ്പോൾ അതിലൊരു പൊരുത്തമുണ്ടെന്ന് പറയാം. ഇല്ല, അതൊക്കെ ആ കുട്ടിയുടെ അച്ഛൻ പറയാം അതൊക്കെ ശരിയാണ്. പക്ഷേ ആ കുട്ടി ഒരു വലിയ വീട്ടിലേക്ക് പറഞ്ഞയക്കാനാണ്, മറ്റൊന്നും തോന്നരുത് എൻ്റെ ആഗ്രഹം എന്ന് പറയാം. കാര്യങ്ങൾ കാണുമ്പോൾ പറയാം, ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞു. ഗായത്രിയുടെ അച്ഛനെ ഗായത്രി വലിയൊരു വീട്ടിലേക്ക് എത്തിക്കാനാണ്. നൗ വി ആർ ഗുഡ് ഫ്രണ്ട്സ്. അപ്പോൾ ചിലപ്പില്ലല്ലോ എന്ന് പറയും. അതിൻ്റെ എക്സ്പ്രഷൻ വീണ്ടും പറയും. ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ എന്താ വണ്ടി കയറാത്തത്, താൻ ഇന്നും എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയും. ഇതൊക്കെ അച്ഛൻ്റെ തിയറീസാണ്, അച്ഛൻ്റെ ലൈഫാണ്, വേറെ ഒന്നുമല്ല. ആ റൊമാൻസ് എന്ത് സറ്റിൽ ഭാവമെന്ന് കണ്ട റൊമാൻസിൻ്റെ. ഇങ്ങനെ ഒരുപാടുണ്ട്. ഇതിൻ്റെ വേറൊരു ഇതൊക്കെ പറഞ്ഞ സമയത്തൊക്കെ ഇതിൻ്റെ വേറൊരു സുഗമോദേവി സർവകലാശാല ഇതിൻ്റെ വേറൊരു എക്സ്റ്റൻഷൻ ഓഫ് ലവ് സ്റ്റോറി വരുമായിരുന്നു. അത് നടന്നില്ല. സങ്കീർത്തന ഇതിൻ്റെ ഡബിൾ ഇതിൻ്റെ മുകളിൽ പോവുമായിരുന്നു. അതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ വേറെ ലെവലാണ്. ആ ലവ് സ്റ്റോറി വേറെ ലവ് സ്റ്റോറിയാണ്. നായകനെ ഒരു കുമ്പസാര രഹസ്യം, അങ്ങനെ വലിയ തീമാണ് അത്. പിന്നെ ഒരുപാട് സിനിമകൾ റഹ്മാനെ വെച്ചല്ലായിരുന്നു. അതെ, നല്ല നല്ല പാട്ടുകളായിരുന്നു, ബ്യൂട്ടിഫുൾ സോങ്സ് ആയിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അച്ഛനെ ചോദിച്ചിട്ടുണ്ട്, ഇത് ശരിക്കും സുഗമോദേവിയുടെ സെക്കൻഡ് പാട്ടാണ്. അല്ല, അച്ഛനടുത്ത് പറഞ്ഞു സുഗമോദേവിയുടെ മോളൊരു ഞാൻ പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ എന്നെ പ്ലാൻ ചെയ്തതാണ്. റൊമാൻറ്റിക് ക്യാമ്പസ് അതിൽ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്. അതിന് തിരക്കഥ റെഡി ആയിരുന്നു. ഫുൾ അത് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ വേണ്ടെന്ന് വെച്ചത്. ഫുൾ നാളെ അടുത്ത മാസം ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിനെയൊക്കെ ബുക്ക് ചെയ്തു. അതിലൊരു ക്യാരക്ടർ ഉണ്ട്. മ്യൂസിക് കമ്പോസ് ചെയ്തു, റെക്കോർഡിംഗ് കഴിഞ്ഞു. ഷൂട്ടിങ്ങിന്റെ തലേ ദിവസം റഹ്മാൻ പറഞ്ഞില്ല ഞാൻ വരുന്നില്ല, ഞാൻ ചെയ്യുന്നില്ല. ശ്രീനിവാസനങ്ങളിലും സിൽക്ക് സ്മിതയ്ക്ക് വേണ്ടി റോൾ ഉണ്ടായിരുന്നു. സിൽക്ക് സ്മിത ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് കപ്പിൾ. ശ്രീനിവാസനങ്ങളാണെങ്കിൽ ഒരു പ്രൊഫസറും അവര് ഭാര്യയാണെങ്കിൽ ഇയാൾ ആകൃഷ്ടയായിട്ട് വന്നതാണ്. ഒരു പ്രായത്തിന് അന്തരമുണ്ട്. ഇൻഫാച്വേഷൻ പ്രണയമായിരുന്നു. അത് വിവാഹത്തെ കലാശിച്ചു. വിവാഹത്തിന് ശേഷം അകൽച്ച തുടങ്ങി. അവരൊരു വീട്ടിൽ താമസിക്കുന്നു, പക്ഷേ അകൽച്ച. അതാണ് അവർ കുസുമം ചന്ദ്രൻ പ്രൊഫസർ കുസുമം ചന്ദ്രൻ, ഇയാൾ പ്രൊഫസർ ഹേമചന്ദ്രൻ. ഈ കുസുമം ചന്ദ്രൻ കൊല്ലപ്പെടുന്നു. അത് ഈ നായകനിൽ കെട്ടിവെക്കപ്പെടുന്നു. ഇതേ ഒരു ഷേക്സ്പിയർ ഡ്രാമയൊക്കെ പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ എന്താണെന്ന് പറയാം, ഇദ്ദേഹം ഭ്രാന്താകും. അതാണ് ആ ക്യാരക്ടർ ഹൈലൈറ്റ്. ഭ്രാന്തായിട്ട് വീട്ടിലാരെങ്കിലും കയറി ചെല്ലുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ ജയിലിൽ പോയി. റഹ്മാൻ ചേട്ടൻ്റെ ക്യാരക്ടർ ജയിലിൽ പോകുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഇയാൾ ജയിൽ ബ്രേക്ക് ചെയ്ത് ഓടി വരുന്ന പ്രൊഫസറിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഫാദർ ഇങ്ങനെ പ്രൊഫസർ ഭ്രാന്തായി. പ്രൊഫസർ ഹർഷ്യ ഇരിക്കും എന്ന് പറയും. എന്നിട്ട് പറയാം, ഞാൻ അകത്തെ മുറിയിൽ ഒതലയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒതലയും ഡെസ്റ്റിനിയുമൊക്കെ അകത്തുണ്ട്. ഞാൻ അവരോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറയാം. ഇയാളെന്താ പറയുക, ഇയാളുടെ മനസ്സെന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സൊക്കെ ഇയാളുടെ അടുത്തിരിക്കുന്നു എന്നാണ്. ഷേക്സ്പിയർ ക്യാരക്ടേഴ്സൊക്കെ ഇയാളുടെ മുറിയിലിരിക്കുന്നു, അവർ ഇയാളെ ഡീൽ ചെയ്യുന്നതാണ്. അതാണ് ഇയാൾ പറഞ്ഞു, ഞാൻ ഒതലയായിട്ട് ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഒതല ഡ്രാമ ശരിയായില്ല, അത് കുറച്ചുകൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അതുകൊണ്ട് ഡെസ്റ്റിമോനെ ഒതലയും ഇയാഗൊക്കെ അകത്തിരിക്കണം. ഞാൻ അവരോട് സംസാരിച്ചിട്ട് വരാം, കൃഷി ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനത്തെ